ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. ഇതിൽ നേരെ പോകുമ്പോഴാണ് ആ ചേട്ടൻ്റെ ഫാം. ചാമ്പ. ചാമ്പ കായ നിൽക്കില്ലേ? അത് ചാമ്പ എന്ത് വെറൈറ്റിയോ? തായ്ലാൻഡ്. ഇതൊരു വെറൈറ്റി തന്നെ. ഇത് പഴുത്തേക്കുവാണോ? അപ്പോൾ അത് ഫുള്ള് ആ കളർ വരുമായിരിക്കും അല്ലേ? ചോപ്പ് കളർ വരും. നല്ല വരില്ലേ? ഓക്കെ, ഇതാണ് അതിൻ്റെ പൂ. സൗണ്ട് കൂട്ടുന്നതിന് വേണോ? സൗണ്ട് കൂട്ടി പറയണോ? ഇത് ഏതായിട്ട് ജാതിയുടെ? ഇതൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നന്നായിട്ട് കായ പിടിക്കണ കണ്ടപ്പോൾ അതിന്റെ ബഡ് എടുത്ത് ചെയ്തത്. ഇവിടെ നല്ലപോലെ പിടിച്ചു. നന്നായി പിടിച്ചു. ഇതെല്ലാം ഇപ്പോൾ വിളഞ്ഞിരിക്കുമല്ലേ? ഇല്ല, ആയിട്ടില്ല. നല്ല കളർ കുട്ടി വരും. ആഹാ, കുട്ടി വരുമ്പോഴാണ് വിളഞ്ഞത് അറിയുക. ഇത് മിൽക്ക് ഫ്രൂട്ടാണ്. ഇതിൻ്റെ അപ്പോൾ വേറെ വെറൈറ്റി വല്ലതും ഉണ്ടോ? ഇതിൻ്റെ 3 വെറൈറ്റി ഉണ്ട്. റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പർപ്പിൾ ഉണ്ട്. ഇതെല്ലാം ഓരോ സീസണിലാണല്ലേ? ഓരോ സീസണിലാണ് ഓരോ ഫ്രൂട്ടുകൾ. ഇതിപ്പോൾ ഈ സമയം ഇത്തിരി വൈകി പോയി. എന്നാലും നിറച്ച് പിടിച്ച് കിടപ്പുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ മേളിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കാണാം. എന്താ മേളിലൊക്കെ നിറച്ച് പിടിച്ച് കിടപ്പുണ്ട്. ഇതെന്തായിട്ട് കേട്ടാ? ഇത് ലോങ്ങനാണ്, ഓൾ സീസൺ ലോങ്ങനാണ്. ഇത് പഴുത്തിട്ടുണ്ട്. പഴുത്ത് കിടക്കണോ? അത് നിറച്ച് പിടിച്ച് കിടപ്പുണ്ട്. പൊട്ടിച്ചിരുന്നതാണ്. ഇത് പൊട്ടിച്ച് ആഹാ, നല്ല മധുരമുണ്ട്. ഒന്നുകൂടി പഴുക്കാനുണ്ട്. നല്ല മധുരമുണ്ട്. ഇതെന്ത് ഐറ്റം പേരൊക്കെയാ? ഇത് ഐസ്ക്രീം പേരയാണ്. ഐസ്ക്രീം പേര. ഒരെണ്ണം പഴുത്ത് ഒരെണ്ണം കിളി കൊത്തിപ്പോയി. അല്ലാതെ ഒരെണ്ണം നിൽപ്പുണ്ട്. ഇത് നല്ല വലുപ്പം വെക്കും. അപ്പോൾ ഈ വലുപ്പമാണ് വരാം. നമുക്ക് അവിടെ പോയിട്ട് കട്ട് ചെയ്ത് നോക്കാം. അല്ല, ഇത് ഐസ്ക്രീം പേരെന്ന് പറഞ്ഞാൽ അത്ര സ്വീറ്റ് ആണോ? ഈ ഐസ്ക്രീം സ്പൂണിൽ കോരുന്നല്ലോ, അതാണ് ഐസ്ക്രീം പേരെന്ന് പറയുന്നത്. ആ, ഇതെന്തായിട്ട് കേട്ടാ? ഇത് റൊളീനിയാണ്. ഇതിപ്പോൾ പഴുക്കുന്നപ്പോൾ എന്ത് കളറായിരിക്കും? മഞ്ഞ കളറാണ്. ഉള്ളില് ക്രീം കളറ് പോലെയായിട്ട്, ക്രീമായിട്ട്. അധികം മധുരമില്ല, ഓവർ മധുരമില്ല. നമ്മുടെ ആത്തച്ചക്ക ഫാമിലി. ആത്തച്ചക്കയുടെ തന്നെ വേറൊരു ഐറ്റമായിട്ട്. വേറെ ആപ്പിള്. ഇത് ലിന്തപ്പഴം. അതാണ് ഞാൻ ചോദിച്ചാ കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ. അത് കണ്ടിട്ടുണ്ട്. അത് നല്ല വലുപ്പമുള്ള, അതിൻ്റെ തന്നെ വേറൊരു ഐറ്റമാണിത്. ഇതാണല്ലോ അത്. ഇത് പിടിച്ചിപ്പോണ്ട് കുറെ. ചേട്ടി, ഇത് മൾബറിയുടെ ഏത് ഐറ്റം? ഇത് ലോങ് മൾബറിയാണ്. ബ്ലാക്ക് കളർ ആവും. ഈ നീളത്തിൽ തന്നെ വന്നു. പക്ഷെ ഇപ്പൊ തന്നെ ഇത് കഴിക്കാൻ പറ്റും. അങ്ങനെ ആയിട്ടില്ല. ചെറിയൊരു പുളിപ്പ്. മധുരം, ഒരു ചെറിയ മധുരം ഉണ്ട്. ഫുൾ മധുരമായിട്ടാണ് നല്ലൊരു കളറായിരിക്കും. ഇത്ര നീളത്തിൽ വരും. വേറെ ഫാമിലിയിൽപ്പെട്ട ഇതാണ്. ഇതിന് ഒരു ചെറിയ കുനുക്കുണ്ട്. ഇത് പുളി മധുരമായിട്ടാണ് ഉള്ളത്. പുളിയാണ് മുന്നിട്ട് നിൽക്കുക. ചെറിയൊരു മധുരമാണ്. സപ്പോർട്ടിക്കാൻ പിടിച്ചിപ്പോണ്ട്. അവിടെയൊക്കെ വലുതായി വരുന്നുണ്ട്. ചെറുതൊട്ട് വലുത് വരെ ഉണ്ട്. ഇത് സപ്പോർട്ടിക്കയുടെ സാധാ വെറൈറ്റി. ഇത് പഴുത്ത് കിടക്കുന്നതാണ് ഈ പപ്പരക്ക? അല്ല, ഇത് ഇന്തോനേഷ്യൻ പപ്പായയാണ്. സാധാ ഇതിൻ്റെ കളർ വരുന്നത് തന്നെ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരുപാട് നമ്മുടെ റെഡ് ലേഡി അത്രയും പോരാ. മധുരം പോലെ. ഇത് കാണാനുള്ള ഭംഗിയാണ് കൂടുതൽ. പക്ഷെ കണ്ടതേ കറക്റ്റ് പഴുത്ത് കിടക്കുവാണ്. നല്ല മഞ്ഞ കളറി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ മറ്റേ ചുവപ്പ് കളറായിരിക്കും. അതായിരിക്കും. വെള്ളം പോലെ ഇരിക്കുമായിരിക്കും. ഇല്ല, വെള്ളം പോലെ ഇല്ല. ഇല്ല, നോർമലായിട്ട് മധുരം കുറവാണ്. മധുരം കുറവാണ്.
എന്ത് വെറൈറ്റിയാ? ഇത് തെലുങ്കാന ചെറി എന്ന് പറയും. പക്ഷെ ഒരുപാട് ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ട് അല്ല. ഒരു നോർമൽ ഒരു ചെറിയ പപ്പായക്കും ഒരു മോഡല് പോലെ ആയിട്ടാണ്. കാണാനുള്ള ഭംഗിയാണ് കൂടുതൽ. ഇതല്ലേ ഇതിന്റെ കാ? അല്ല, ഇത് ഫ്രൂട്ട്, ഇതാണ് പൂവാണ്, അതാണ് കായ. അപ്പുറം അല്ല, ഇത് ഇപ്പൊ ഇതിന്റെ അല്ല, അത് ഉണങ്ങിപ്പോയതാ. അല്ല, ഇതല്ലേ ഇതിന്റെ കായായിട്ട് വരുന്ന? അത് പൂവാണ്. പൂവാണോ? ഇത് ഉണങ്ങി. അതെ, കായും ഉണ്ട് ഇവിടെ. ഇതാണല്ലേ കാ? ഇതാണ് കാ. ഇത് ചെറിയൊരു കവർപ്പും മധുരവും. അതാണ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ. ഇതാണല്ലേ കാ? ഇവിടേക്ക് ഉണ്ട്, അവിടെ മുകളിലുണ്ട് കൊലകളായിട്ട് ആ സൈഡിൽ. ഇതങ്ങനെ അപൂർവം പിടിക്കാറില്ലല്ലേ? ഇത് വളരെ കുറവാണ്. ഒരു 6 കൊല്ലമൊക്കെ പിടിക്കാറുണ്ട്. 5-6 കൊല്ലം പിടിച്ചു കഴിഞ്ഞാൽ കായ പിടിക്കുന്നത്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ എന്ത് കളറായിരിക്കും? അപ്പോൾ മഞ്ഞ കളറാണ്. മഞ്ഞ കളർ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് ടേസ്റ്റ് ഒന്നുമല്ല, ഒരു ആവറേജ്. ആവറേജ് മാത്രമേ. ഗുണമെന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഇത് മറ്റേ സ്പൂൺ വെച്ച് ഇതിനെന്നാ കോരി കഴിക്കാം, അങ്ങനത്തെ ഐറ്റമാണ്. അതായി നിൽക്കുവാണല്ലേ ഇപ്പോൾ? ഇതിന്റെ പേരെന്തുവാ? അബിയു. ഇപ്പൊ പറിച്ചതിന് വേറൊരു വെറൈറ്റി. അപ്പോൾ ഒന്നിൽ തന്നെ പല വെറൈറ്റികളുണ്ട് ഇവിടെ. അല്ല, ഇതിന്റെ 16 വെറൈറ്റി ഉണ്ട് ഇവിടെ. ഈ ഒരു ഫ്രൂട്ടിന് 16 വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഓരോ കളറായിരിക്കും. അപ്പോൾ കളറ് ടേസ്റ്റിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം കാണും. ഇതിൽ തന്നെ ഇപ്പോൾ കഴിക്കുമ്പോൾ തന്നെ അറിയാം. ഒരു 3 വെറൈറ്റി ഉണ്ട് ഇവിടെ ഇപ്പോൾ. പറിക്കട്ടെ? ഒന്നുകൂടി പഴുക്കാനുണ്ട്, എന്നാലും കഴിക്കാം. റെയിൻബോ കരിമ്പ്. റെയിൻബോ കരിമ്പ്. അതെന്താ ഒരു വെറൈറ്റി പേരാണല്ലോ? ഒരു വെറൈറ്റിയാണ്. അല്ല, എന്താണ് അതിന്റെ ഗുണം? ഈ സാധാരണ മധുരം ഇതൊക്കെ തന്നെയാണ്. സാധാ മധുരം സാധാ കബര് കാണാനുള്ള മക്കാണ് ഈ പേര് പറയുന്നത്. അതിന്റെ പേരാണത്. പേരിതാണ്. ശർക്കര പഴം എന്ന് പറയും. ഇതാണ് ശർക്കര പഴം. ഇതുമായി നിറച്ച് ഇതാണ് അതിന്റെ മരം. നിറച്ച് അമ്പഴങ്ങയും പിടിച്ച് ഇപ്പുണ്ട്. ഇത് കഴിക്കുന്ന തന്നെയാണല്ലേ? സ്വീറ്റ് അമ്പഴം. വലിയ പുളിയൊന്നും കാണത്തില്ല. പുളിയുണ്ട്. സ്വീറ്റ് അമ്പഴം എന്നാണ് പേര്. എന്നാലും ചെറുതിൽ തന്നെ കായ്ക്കും നന്നായിട്ട്. നല്ല ഈ ചെറിയൊരു പരുത്തി നല്ലപോലെ പിടിച്ച് നിൽപ്പുണ്ട്. അത്യാവശ്യം ഇവിടെ ഒക്കെ ഉണ്ട്. ഇത് പഴുത്തയല്ലേ? ഇങ്ങനെയാ? ഈ മാംഗോസ്റ്റിയും ഈ പഴമൊക്കെ ഓരോ സീസൺ ആണല്ലേ? മാംഗോസ്റ്റിൻ, റംബൂട്ടാൻ, പുലാസാൻ, ഇതെല്ലാം ഇവിടെ ഐറ്റങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാം തൈകൾ കിട്ടും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു സീസണാണ്. പിന്നെ അത്യാവശ്യം ഇപ്പോൾ പിടിച്ചിരിക്കുന്ന, എന്നാലും നിങ്ങൾക്ക് കാണാൻ മാത്രം ഒരു തോട്ടമുണ്ട്, ഒരു ഫാമുണ്ട് കാണാൻ മാത്രം. ഇത് കണ്ടില്ലേ? ഇതുപോലെ നിറച്ച് പിടിച്ചിരിപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാണ് കുരുവില്ലാത്ത പ്ലാവ്. അപ്പോൾ ഇതെന്ത് ചോളയായിരിക്കും ഇത് കളറ്? നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം. ലോങ്ങിൻ്റെ റെഡ് ഐറ്റമാണിത്. അതിൻ്റെ ചെഡ റൂബി ലോങ് അല്ലേ? പക്ഷെ നേരത്തെ കഴിച്ചാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് അതിന് ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഇതിന് സീഡ് വലുതാണ്. ഇതുപോലെ കുറേ തൈയൊക്കെ ഉണ്ട്. ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ കാണുന്ന തൈയൊക്കെ മേടിക്കാവുന്നതാണ്. ഇത് ജപ്പാൻ പേരയാണ്. ഇതിനകത്ത് ഇതേ കായായി വന്നിട്ടുണ്ട്. ഇത് നല്ല വലുതാവും അല്ലേ? കുരുവില്ലാത്ത ഐറ്റം. ഇപ്പൊ റോഡ് സൈഡിലൊക്കെ ഇപ്പൊ മെയിൻ ആയിട്ട് വിൽക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. നല്ല ചുവന്ന കളറി വലുത്. നല്ല പേരയില് നല്ല പേരയാണ്. വൈൻ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് ഈ ഫ്രൂട്ട്. ഇത് കായല്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിനകത്ത് തന്നെയാണ് അവർ തൈ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ എല്ലാ ചെടിയിലും കാണും. അതിപ്പോ ഉണങ്ങി പോയിട്ടുള്ളതാണ്. അല്ല, ഇങ്ങനെ തന്നെയാണ് എല്ലാത്തിലും വെച്ച് തൈയാക്കുന്നത്. എല്ലാ ചെടിയിൽ നിന്ന് ലെയർ ചെയ്യും.
ചിലത് സീഡ്ലിംഗ് ആണ്. ഇത് വലിയ ഫ്രൂട്ട് ആകുന്നതാണോ ഇത്? അല്ല, ഒരു ഞാവൽപ്പഴത്തിന്റെ അത്ര കഷ്ടിയാണ് വരാ, നിറച്ചുണ്ടാവും. ഇത് വൈനാണ് മെയിൻ ഉണ്ടാക്കുന്നത്, കഴിക്കുന്നതിന് കൂടുതൽ വൈനാണ് ഉണ്ടാക്കുന്നത്. കഴിക്കാനും നല്ലതാണ്. ഡാർക്ക് ചെറി ഇതിന്റെ പേര്. സുർനാൻ ചെറിയുടെ തന്നെ വേറെ ഒരു വിഭാഗമാണ്, ചെറിയുടെ തന്നെ. അല്ല, അപ്പൊ ഈ ചെടി ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നതാണ്, ഇങ്ങനെയാണ് അത് നിൽക്കുന്നത്? ഒരു ഇതാണ്, അതാണ് ഉണങ്ങി നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. അതിന് ഒരെണ്ണം പഴുത്ത് ഇപ്പോണ്ട്. ഇത് അതിന്റെ കായല്ലേ? അത് പച്ചക്കായാണ്. പച്ചയാണ്, പക്ഷെ ഇത് ഒരെണ്ണം പഴുത്തത് ഇപ്പോണ്ട്. ഇത് പുളിയാ, നല്ല പുളി. ഇത് രസമുണ്ട്. സ്റ്റാർ ആപ്പിളൊക്കെ തിന്നില്ലേ, അതിന്റെ ഒരു ഫീൽ എനിക്ക് കിട്ടിയത്. ഇത് ബ്ലാക്ക് സപ്പോർട്ട അല്ലേ? ഇതൊക്കെ ഓരോ സീസണിലാണ്. ലൂബിയ, മധുരമുള്ള ലൂബിക്ക. അതിനകത്ത് കുറെ പിടിച്ചെടുപ്പുണ്ട്. ഇത് പഴുത്തയാണോ അതോ പച്ചയാണോ? ഇത് പച്ചയാണ്, ആയിട്ടില്ല. അത് കുറെ പിടിച്ചെടുപ്പുണ്ട്, മേളിലും എല്ലാം പിടിച്ചെടുപ്പുണ്ട്. മധുരമുള്ള ലൂബിയാണല്ലേ? സാധാരണ നമ്മൾ ഉപ്പിലിട്ടിരിക്കുന്ന ലൂബിയാണ്. ഇത് ഇപ്പൊ ഇത് പഴുത്ത എന്ത് കളറായിരിക്കും? മറ്റേ ലൂബിയുടെ കളർ തന്നെ ആയിരിക്കുമോ? ഒരു കറുപ്പ് ഷെയ്ഡ്. അതാണ് പിന്നെയും പഴുത്ത് വരുന്നത്. ഇതെന്ത് ഫ്രൂട്ടാ? ഇത് ജ്യൂസ് അടിക്കാനാണ്, പുളിയാണ്, ഒരു ഫ്ലേവർ കിട്ടും. ഒരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ 2-3 ഗ്ലാസ് വെള്ളത്തിലേക്ക് സുഖമായിട്ട് കിട്ടും. ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കുന്നത്. ഇതിന്റെ പേരെന്ത് വരുന്നത്? അർസാബോയ്. ഇത് നല്ല സ്മെല്ലാണ്, കാണാനും നല്ല ഭംഗിയാണ്, പക്ഷെ നല്ല സ്മെല്ലുമാണ് ഇതിന്റെ അടുത്ത് നിന്ന്. പക്ഷേ പുളിയാണ്. പച്ചക്ക് കഴിച്ചാ? പച്ചക്ക് കഴിച്ചാൽ ഭയങ്കര പുളിയാണ്. ഈ പഴുത്ത് ഇത് കഴിച്ചാലും പുളിയാണ്. ഇത് ജ്യൂസ് അടിച്ചാൽ ഓക്കെയാണ്. ഇത് ആയി വരുന്നത് കൊണ്ട് പച്ചയും ഉണ്ട്. ഇത്ര ഒരു ചെറിയ മരത്തിലുണ്ടാക്കും. കായല്ല, ഈ ട്രീ വരും. ഇവിടം തൊട്ടേ പിടിക്കും, ചട്ടി വെച്ച് പിടിക്കും. കായ പിടിക്കും. എന്നിട്ട് നല്ല സ്മെല്ലാ ഇതിന്. സ്മെല്ല് നല്ല സ്മെല്ലാ. പെരക്കല്ലേ? യെല്ലോ കളർ. അല്ല, ഇത് ചെറിയ അകത്തുള്ള വലുതാവോ? ഇതാണ് ഇതിന്റെ വലുപ്പം. ഇതാണല്ലേ മാക്സിമം വലുപ്പം? കുറച്ചുകൂടി വരുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ആയതാണോ? സ്ട്രോബെറി പേരല്ലേ? കടിക്കുമ്പോ തേൻ പോലെ. തേൻ കടിക്കുമ്പോ കണ്ട ആ ഒരു ഇതുണ്ട്. ഇത്രയും ചെറിയ മരത്തിലാണല്ലേ സാധാരണ ഇങ്ങനെയുള്ള പിടിക്കുന്നത്? ഇത് ഏത് കളറാ? റെഡ്, ഒരു മെറൂൺ പോലെയൊക്കെ പൂ ഇട്ടിട്ടുണ്ട്. ഇത് ഏതായിട്ടാണ്? റംബൂട്ടാൻ്റെ. ഇത് അത്യാവശ്യം പച്ചക്ക് തന്നെ മധുരമായി വരും. ഇത് തന്നെ പഴുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. പച്ചയിലും നമുക്ക്. അപ്പോൾ റംബൂട്ടാൻ്റെ എത്ര ഐറ്റം ഉണ്ട്? അപ്പോൾ ഇവിടെ 10-12 വെറൈറ്റികളും റംബൂട്ടാൻ്റെ തന്നെ. മൽവാന, കിങ് എല്ലാം ഉണ്ട്. ഇവിടെ മെയിനായിട്ടുള്ളതന്നെ ഇവിടെ തന്നെ ഉള്ള ഒരു ഐറ്റത്തിൻ്റെ തന്നെ പല ഐറ്റങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അതാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത്. ഒരു ചെറിയ ചാമ്പയ്ക്കരയ്ക്ക് ഒരു ടേസ്റ്റ് പോലെ ആയിട്ട് ലില്ലി പില്ലി അല്ലേ? അതിൻ്റെ പൂക്കൾ ആയി വരുന്നു. ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ ഈ ചെറിയ മരത്തിലായിരിക്കുമല്ലേ പിടിക്കുന്ന കായ്ക്കുന്ന? ഇതൊക്കെ എത്ര നാളെടുക്കും ഇങ്ങനെ ചെറിയ മരത്തിൽ പിടിക്കുന്ന? ഇതൊക്കെ ഒരു 2 വർഷം. ഇതാണ് സ്പ്രിംഗ് പേരല്ലേ? അതിൻ്റെ ഇല തന്നെ അതാണെന്ന് പറയുന്നത്. അതിൻ്റെ ഇലയുടെ ഷേപ്പ് തന്നെ ഉണ്ടോ? അതിൻ്റെ ഇലയുടെ ഷേപ്പ് തന്നെ അങ്ങനെയാണ്. അതാണല്ലേ പൂ. ഇവിടെയും പിടിച്ച് പോണ്ട് പൂ. ഇത് കായ ആയി വരുന്നു. അതാണ് പൂ. അതെ, പൂവും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഇത്രയുള്ള മരത്തി വലുതായിട്ടാണ് പിടിച്ചു കിടക്കുന്നത്. അപ്പോൾ ഇത് ഓവറായിട്ട് പിടിച്ചത് താങ്ങുമോ? അതിൻ്റെ ആ ഒരു തണ്ട് വെച്ച് കുഴപ്പമില്ലല്ലേ? നാരങ്ങയാണ്.
അത് നിറച്ച് പിടിച്ച് കിടപ്പുണ്ട്. ഇതേ പഴുത്തും കിടപ്പുണ്ട് അടിയിൽ. അതുപോലെ ഇവിടെ നിറച്ച് പിടിച്ച് കിടപ്പുണ്ട്. ഇത് എന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ എടുക്കുന്നത്? അച്ചാറുണ്ടാക്കാനും ജ്യൂസ് അടിക്കാനൊക്കെ ഉപയോഗിക്കും. അല്ല, അപ്പോൾ മാതളനാരങ്ങയുടെ വേറെ ഐറ്റമാണ് ഇത്? അല്ല, നാരങ്ങ തന്നെ വേറെ ഇതാണ്. ഒടിച്ചൂത്തി നാരങ്ങയൊക്കെ ഒരു വെറൈറ്റി ആണ്. ഇവിടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേരുകളൊക്കെ ഇറങ്ങുന്നത് തൈ കിട്ടുന്ന എല്ലാത്തിലും വെച്ചിട്ടുണ്ട് അല്ലേ? ഇത് ഇപ്പോൾ വേര് ഇറങ്ങി വരുന്നതാണ് ആ സൈഡിൽ കൂടെ. എന്തെല്ലാം പ്ലാവാ ഇത്? സൂപ്പർ എയർലി പ്ലാവ്. നേരത്തെ ഉണ്ടാവുന്നതാ. 1 വർഷം 1.5 വർഷം ആകുമ്പോഴേക്കും കായ പിടിക്കും. നിലത്ത് വരെ പിടിക്കും അല്ലേ? നിലത്ത് വരെ മണ്ണി വരെ തൊട്ട് കിടക്കുവാണ്. അപ്പോൾ ഇത് എന്തോരം വലുതാവും ഇത്? ഇത് എണ്ണം കുറവ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 8 കിലോ 6 കിലോ ആ വലുപ്പത്തിൽ വരും. അപ്പോൾ ഇത് എന്ത് കളറായിരിക്കും ചോള? ഉള്ളിൽ ചോപ്പാണ്. ഇതിൻ്റെ നല്ല ടേസ്റ്റാണ്. റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ എത്ര വർഷം കൂടെ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ? 1.5-2 കൊല്ലം ആകുമ്പോഴേക്കും പിടിക്കും. നിലത്തോട്ടുന്ന രീതിയിൽ പിടിക്കും. അപ്പോൾ ഇത് പ്ലാവിൻ്റെ തന്നെ എത്ര ഐറ്റം ഉണ്ട് ഇവിടെ? അപ്പോൾ ഇവിടെ കുറച്ചധികം ഉണ്ട് പ്ലാവിൻ്റെ വെറൈറ്റികൾ. ഇത് പണ്ട് കാലത്ത് ഭയങ്കര പുളിയുള്ള വെറൈറ്റി അല്ലായിരുന്നു. ഇതിൻ്റെ പേരെന്തോ? ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയ മധുരമുള്ള വെറൈറ്റി. പച്ചയും ഉണ്ട്, നല്ല വിളഞ്ഞയും ഉണ്ട്. ഇതായി വരണുള്ളൂ. എന്നാലും അതെ പഴുത്ത കിടപ്പുണ്ട്. പുളിയും മധുരവും. പക്ഷെ ആ പുളി ഇല്ലാണ്ടാവും. ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയും മധുരവും ആകുള്ളൂ. കംബോഡിയൻ ജാക്ക്. അല്ല, അപ്പോൾ ഇത് ചക്ക പഴുത്ത് കിടക്കുവാണോ? അല്ല, പഴുത്തിട്ടില്ല. ഇത് മൂപ്പായി വരുന്നേ ഉള്ളൂ. അല്ല, ഈ ഒരു കളറായതുകൊണ്ട്. ഈ കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളു വരക്കും. അതിൻ്റെ ഉള്ളില് ഓറഞ്ച് കളറാണ്. കംബോഡിയൻ ഓറഞ്ച് എന്ന് പറയും. അപ്പോൾ എന്ത് കളറാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത്? അകത്ത് ഓറഞ്ച് കളറിലേക്ക്. ഓറഞ്ച് കളർ വരും, നല്ല മധുരത്തിൽ. അപ്പോൾ പിന്നെ റെഡ് ഐറ്റം ഇല്ലേ? റെഡ് കളർ അത് വേറെ ഉണ്ടല്ലേ? ഇത് കംബോഡിയൻ ഓറഞ്ച്. അത് ഇത്രയുള്ള ചെറിയ ഐറ്റത്തിലാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ പിടിക്കുന്നത്. പോലെ ഒരു 2-2.5 വർഷം കൊണ്ട് കായ പിടിക്കും. ഈ ഒരു വലുപ്പമായിരിക്കും അല്ലേ? കണ്ട പക്ഷെ പഴുത്ത് കിടക്കുന്ന പോലെ തന്നെ ഇരിക്കും. സാധാരണ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ബ്ലാക്ക് കളർ ആകുമ്പോൾ ബ്ലാക്ക് കളർ ചീഞ്ഞ് കിടക്കുന്നത് പോലെ തോന്നുന്നുള്ളൂ. പക്ഷെ ഇത് ഇച്ചിരി കൂടെ ആകണം. കഴിച്ചു കഴിഞ്ഞാൽ ഇതാണ് നല്ല ടേസ്റ്റ്. 2 ചക്കകളുണ്ട്. അതിനെന്താ നിങ്ങളുടെ അവിടെ പറയാം? അത് തന്നെ കോഴിച്ചക്ക, വരിക്കച്ചക്ക. അതിന്റെ മിക്സ് ആയിട്ട് വരുന്നതാണ്. മിക്സ് ആയിട്ട് വരുന്നതാണോ? ഇതിന്റെ കായുണ്ട്. അത് ആൺചക്കയാണ്. ഇത് പെൺചക്ക ഇടാനുള്ളൂ. നങ്കടാക്ക് ഇതിന്റെ പേര്. ഇതാ അത് ആൺചക്കയാണ്. ഇങ്ങനെയുള്ള ചക്കയല്ല ഈ ഒരു പൊക്കത്തിലാണ് പിടിക്കുന്നതല്ലേ? അതാണ് ഇതിന്റെ പ്രത്യേകത. അതിന്റെ പൂക്കളാണ്. പൂക്കള് നിറച്ച് പൂക്കളിടും, നിറച്ച് കായും പിടിക്കും. ഇതെല്ലാം മെയിനായിട്ട് ഒരു സീസണിലാണ് പിടിക്കുന്നത്. അതാണ് അതെന്ത് ഫ്രൂട്ടാണ്? അതൊരു ഫ്രൂട്ടാണ്. ചക്ക പോലത്തെ. ചക്കയില്ല, ഭയങ്കര സ്മെല്ലാണ്. നമ്മൾ കേൾക്കാത്ത ഫ്രൂട്ട് വരെ ഇവിടെ വന്നപ്പോ കണ്ട് ഇപ്പൊ കഴിച്ച്. ഇത് ഒരു 2-3-4 മാസം കൂടി കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രൂട്ടാണ്. ഇതൊക്കെ കാണാൻ ഇവിടെ ആൾക്കാരൊക്കെ വരുമല്ലേ? ഇതുപോലെ ഇതൊരു സീസൺ പോലെ. ഇപ്പൊ എത്ര ഐറ്റങ്ങളുണ്ട് ഇത് മൊത്തവും കൂടെ? 300 വെറൈറ്റിയോളം സാധനങ്ങളുണ്ട്. എത്ര ഏക്കറിലാണ് ഇത്? 3 ഏക്കർ. എല്ലാം രണ്ട് സ്വന്തം. ഇതിന്റെയും ഫാമിലി ആയിട്ട് എല്ലാം ഈ ചെറിയ മരത്തിലാണ് ഏറ്റവും കൂടുതൽ ഐറ്റങ്ങൾ പിടിക്കുന്ന. ചക്കക്ക് പച്ചപ്പുറം ഗംലസ് പ്ലാവ് എന്ന് പറയും. ഇത് ചക്കക്ക് വരുന്നതാണ്. അത് താഴത്ത് വരെ, ചക്കയുടെ താഴത്ത് വരെ ആയിട്ടുണ്ട്. ഇത് ഡാൻസൂര്യ. റെഡ് പ്ലാവ് ആണ്. ഇതും താഴത്താണ്. എന്ത് കളറാ? ഇതാണ് റെഡ് കളർ. മുള്ളുണ്ട്. അതും നിലം പൊട്ടി വെക്കുക. ഇതിന്റെ ഈ ചക്കയുടെ എല്ലാത്തിൻ്റെയും തയ്യൊക്കെ നിലവിലുണ്ടല്ലേ?
ഇപ്പൊ ഇല്ല. ഇത് ഇപ്പോൾ ഉള്ളതൊക്കെ കഴിഞ്ഞു, ഇനി അടുത്ത സീസണിലാവും. ചക്കയുടെയൊക്കെ മെയിനായിട്ട് ഇത്ര ഐറ്റമുള്ളതുകൊണ്ട് മെയിനായിട്ട് കാണും. പിന്നെ മെയിനായിട്ട് ഈ ചക്കയുടെ തൈ ഇതിന്റെയൊക്കെ തൈ ചേട്ടൻ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമോ അതാ? ഇല്ല, ഇവിടുന്ന് നഴ്സറിക്കാർ വന്ന് വാങ്ങുന്നുണ്ട്, ആൾക്കാർ വന്നുണ്ട്, കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ബന്ധപ്പെട്ട് അയച്ചു കൊടുക്കും. അല്ല ഇപ്പോൾ ഒരാളെ പറഞ്ഞാലും ചേട്ടൻ ആ ഒരു ഇത് വെച്ച് അയച്ചു കൊടുക്കും. ഓക്കെ. ഹൈവേ ഡെലിവറിയും മറ്റേ വണ്ടിയിൽ കയറ്റി വിടുന്നുണ്ട്. ഓക്കെ. പരാഗണം കൂടുതലാണ്. ഇടയ്ക്ക് തേനീച്ചയുടെയും കൂടെ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ഇപ്പോൾ എന്താണ് ഇത് വെച്ചേക്കുന്നത്? ഇപ്പുറത്താണോ? ഇത് വൻ തേനീച്ചയാണ്, ചെറുതേനീച്ചയുണ്ട് വൻ തേനീച്ചയുണ്ട്. അതിനകത്തുണ്ട്. ഇതിപ്പോൾ വെച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം മെയിനായിട്ട് പരാഗണം കൂടുതൽ നടക്കും. ഇത് വെക്കുമ്പോൾ എല്ലാത്തിനും കായകൾ കൂടുതൽ പിടിക്കും. തേനീച്ചയുടെ എല്ലായിടത്തും ഓരോ ഭാഗത്തുണ്ട്. ഇതേ അവിടെയുണ്ട്, ഇവിടെ എല്ലായിടത്തും ഓരോ ഭാഗത്തും ഓരോന്ന് വെച്ചിട്ടുണ്ടല്ലേ. ഇത് റെഡാണ്, ഉള്ളു റെഡ്. അല്ല ചക്കയുടെ പേര് വേറെ? ഇത് സൂപ്പർ എയർലിയിൽ തന്നെ റെഡ് ചക്ക ഉണ്ട്, റെഡ് ജാക്ക്. ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഈ ഒരു പൊക്കത്തിലാണ് മെയിനായിട്ട് പിടിക്കുന്നത്. ഇതും നല്ലപോലെ പിടിച്ച് കിടപ്പുണ്ട്. ഇതും നിലം പൊട്ടി നിൽപ്പുണ്ട്, താഴത്ത് വരെ എത്തി. ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട്. ഇത് അപ്പുറത്തും ഇപ്പുറത്തും 2-3 ഭാഗത്തായിട്ട് മാറി മാറി വെച്ചേക്കുവാണല്ലേ. ഫ്രണ്ടിൽ കയറി വരുമ്പോൾ ഉണ്ട്. ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച്. എന്ത് കളറാണ് ഇത്? ഇത് റെഡ്. റെഡാണ് ഇവിടെ പിടി. ഉണ്ട്, യെല്ലോ ഉണ്ട്, വൈറ്റും ഉണ്ട്. ഇതിനൊരു സീസണാണ്. അപ്പോൾ ഒരു സീസണാണ്. ഇനി ഫെബ്രുവരി മാർച്ചോട് കൂടിയിട്ട് പൂക്കൾ ഇട്ട് കൊടുക്കും. ഒരു ഏകദേശം ഒക്ടോബർ വരെ ഫ്രൂട്ട് കിട്ടും. അങ്ങനെയാണ് പറിച്ചിട്ടുള്ള ഫ്രൂട്ടിൻ്റെ ഇതാണ്. ഇത് പറിച്ചാണോ? പറിച്ച് കഴിഞ്ഞ സീസണിൽ. ആ, ഇത് പലാസയുടെ ചെടിയാണ്. ഉലാസ എന്ന് പറഞ്ഞ ഫ്രൂട്ടിൻ്റെയാണ്. ഇതിൻ്റെ എന്തേ പൂവൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. ഇതെന്ത് കളറിലായിരിക്കും? ഇത് റെഡ്. ഇതിൽ ചില മരങ്ങൾക്ക് വെച്ചാൽ പേട്ടുക വരുന്നുണ്ട്. ഈ പേട്ടുക വരാത്ത ഇവിടെ ഇത് പേട്ടുക വരുന്ന ഒരു മരമാണ്. അവിടെ നല്ല മരമുണ്ട് പേട്ടുക വരാത്തത്. ഇതിന് ആൺമരം കൂടി ഉണ്ടെങ്കിലാണ് നന്നായിട്ട്. ഇതല്ല വലുതാകുന്ന ഫ്രൂട്ടാണ് ഇത്. ഇത് നമ്മുടെ റംബൂട്ടാന് ചെറിയ മുള്ളുകളായിട്ട് റംബൂട്ടാനേക്കാളും മധുരമുണ്ട്. മധുരമുള്ള പാക്ക് 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 ഈ ചെറിയ മരം ഇതിൽ തന്നെ പിടിക്കും. ഇതിൽ പിടിച്ചിട്ടില്ല. അല്ല ഈ ഒരു പൊക്കത്തിലാണ് പിടിക്കുന്നത്. ഓ, ഫ്രൂട്ടാണത്. ഈ മാംഗോ ടെസ്റ്റിയൊക്കെ ഓരോ സീസൺ ആണല്ലേ, സീസൺ വെച്ചേ പിടിക്കാറുള്ളൂ. ഇതെന്തോ ജബോട്ടിക്കാബ മരമുന്തിരി എന്ന് പറയും. മരമുന്തിരി അല്ല, അതിന്റെ കായല്ലേ ഇത്? കായും പൂവും. ആ, കാ പിടിച്ച് കിടപ്പുണ്ട്. ഇത് നല്ല മധുരമാണ്. അപ്പോൾ ഇതെന്ത് കളറായിരിക്കും? അപ്പോൾ റെഡ്. ഇത് ഇതിലും വലുതാവും. അത് എത്ര ഐറ്റം ഉള്ളു? ബുഷ് ഓറഞ്ച്. അതിനകത്ത് പഴുത്ത് കിടപ്പുണ്ടല്ലോ. അതിനകത്ത് പഴുത്ത് കിടപ്പുണ്ട്. ഇത് വെറുതെ പൊളിച്ച് നമ്മൾ ചെറുത് പുളിയാണ് മെയിനായിട്ട്. അല്ല ഇത് മെയിനായിട്ട് പൊളിച്ച് വെറുതെ ജ്യൂസ് അടിക്കാനാണ് എടുക്കുന്നത്. ഓക്കെ. മിറാക്കിൾ ഫ്രൂട്ട്. ആ, ഇതാണ് മെയിൻ ഐറ്റം. ഇത് നമ്മൾ എവിടെ ചെന്നാലും ഇപ്പോൾ കാണുന്ന ഐറ്റം. ഇത് കഴിച്ചിട്ട് പുളി ഉള്ള ഐറ്റം കഴിച്ച് അറിയത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? ഇത് കഴിച്ചിട്ട് പുളിയുള്ള അറിയത്തില്ല. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട് അല്ലേ? ഇത് പുളിയുള്ള ഇപ്പൊ കഴിച്ചാൽ അറിയത്തില്ല. ഇത് കഴിച്ചതിന് ശേഷം പുളിയുള്ളത് കഴിച്ചു. ഇത് കഴിച്ചതിന് ശേഷം അല്ലേ? ഇത് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും കഴിച്ചു പിന്നെ അത് പച്ചയല്ലേ? പഴുത്തും കിടപ്പുണ്ട് അവിടെ. ഓ, ആഹാ, നല്ല മണം. പഴുത്തതും ഉണ്ട്. അതിന് നല്ല മണമുണ്ട്.
ഇതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് പറിച്ചാണ് ചേട്ടൻ്റെ ഫാമിൽ നിന്ന്. ചട്ടിയിൽ തന്നെ കായ്ക്കും. ഇതാണ് പൂക്കള്. ഈ ചട്ടിയിൽ തന്നെ കായ്ക്കും. ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. അതിൻ്റെ പൂവുകൾ ഒരു കിട്ടല്ലേ? ഇതെന്ത് ചെയ്ത? അബിയുണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ചെയ്തത്. ഈ കാന്താരിയൊക്കെ വീട്ടിൽ ഇതിനു വേണ്ടി പിടിപ്പിച്ചായിരിക്കും അല്ലേ? വീട്ടിൽ പച്ചമുളക് വാങ്ങില്ല. അത് നിറച്ച് കാന്താരി നിറച്ച് നിൽപ്പുണ്ട്. സ്പൂണിന് കോരി തിന്നു അല്ലേ? ഇതിന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. ഇത് അബിയന്റെ തന്നെ ടിക്കുണ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. അടിപൊളി ടേസ്റ്റാ. ഇതൊന്നുകൂടി പഴുക്കാനുണ്ട്. വെണ്ണ പോലെ ഇരിക്കുന്നു, അലിഞ്ഞു വരുന്നു. വെണ്ണ പോലെ ഇരിക്കുന്നു, അലിഞ്ഞു വരുന്നു. അത് ഇനിയും പഴുക്കാണ്ടോ? നല്ലൊരു പഴുത്തില്ലേ ഇത്? ഇല്ലില്ല, ഇത് ഫുൾ മഞ്ഞ കളർ വരും ഇനിയും. ഇത് ആ ഫ്രൂട്ടിന് തന്നെ വേറൊരു ഐറ്റം. അത് ഇച്ചിരി കൂടെ കളറുണ്ട്. അത് രണ്ടാമത്തെ വെറൈറ്റി. അത് വെറൈറ്റി നോക്കാം. അതും അതുപോലെ തന്നെ വെണ്ണയുടെ ഇതാ, പക്ഷെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. രണ്ടിലും. ആ കുരുവിട്ടാ കിളിക്കും അല്ലേ? ഇതിന്റെ 16 വെറൈറ്റി ഇവിടെ ഉണ്ട്. ഈ ഐറ്റത്തിന് 16 വെറൈറ്റി ഉണ്ട്. ഇപ്പം 2 വെറൈറ്റിയെ പിടിച്ച് നിലവിൽ നിൽപ്പുള്ളൂ. ഇത്തിരി കൂടി പഴുക്കാനുണ്ട്. അതിന് തന്നെ മൂന്നാമത്തെ വെറൈറ്റി. ഇച്ചിരി കൂടെ പഴുക്കാനുണ്ട് അല്ലേ? ഇപ്പം രണ്ടും വെണ്ണ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഫീലാണ്. പക്ഷേ ഇച്ചിരി മധുരം കൂടുതലുണ്ട് രണ്ടിലും. പഴുക്കാണെങ്കിൽ കുറച്ചും കൂടി മധുരം വരും. മൂന്നാമത്തെ വെറൈറ്റി അല്ലേ? ഇത് കുറച്ച് ഹാർഡായിട്ടാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കുന്നറിയാം, ഇച്ചിരി കൂടെ പഴുക്കാനുണ്ടെന്ന് തോന്നുന്നു. മധുരം അത്ര പോരാ. ആ രണ്ടിനും നല്ല മധുരമുണ്ട്, അലിഞ്ഞു ചേരുന്നു. ഇത് ഇച്ചിരി ഈ പറഞ്ഞ പോലെ ആടാം. ആ റെഡ് കളർ മറ്റേ ആ ഇത് കിളി കൊത്തിയത്. അപ്പൊ ഇത് കോരി തിന്നല്ലേ? ഐസ്ക്രീം പേരാ. നല്ല കളറായല്ലോ ഇപ്പൊ തന്നെ, നല്ല റെഡായി. ഇനി ഇത് പഴുക്കാനുണ്ടോ? എന്നാലും ഇതിന്റെ കറക്റ്റ് പരുവാകത്തുള്ളൂ കോരി തിന്നാനുള്ള ഐസ്ക്രീമിന്റെ ഇത്. ഈ പറഞ്ഞ പോലെ ഐസ്ക്രീം പേരയുടെ ഫീല് തോന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ പഴുത്താലേ കോരി തിന്നാൻ പറ്റുള്ളൂ. സാധാ പേരെക്കാട്ട് മധുരം ഉണ്ടോ? അല്ല, ആ ഒരു ഇതുണ്ട്. സ്ട്രോബെറി ഇത് സ്ട്രോബെറി പേരാ. സത്യം പറഞ്ഞാൽ ഈ സ്ട്രോബെറി പേരയും കോരി തിന്നാൻ പറ്റുന്ന ഒരു ഐറ്റമോ?
അതുപോലെ അരിഞ്ഞിരിക്കുന്നത് കറക്റ്റ് കോരി തിന്ന അങ്ങനത്തെ ഒരു ഐറ്റമോ മറ്റേ പേരൊക്കെ ഉണ്ട് നല്ലൊരു. ഇപ്പം ഇത് ഇച്ചിരി കൂടെ പഴുക്കാനുള്ളതുകൊണ്ട് ആ ഒരു നേരത്തെ പറഞ്ഞ പുളിയും ഇത് മനസ്സിലാവുന്നുണ്ട്. നേരത്തെ പഴുത്ത ആയതുകൊണ്ട് അത് തോന്നിയില്ല. ഇതൊക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ടാണ്. ഓറഞ്ച് മുമ്പ് കഴിച്ചിട്ടില്ലേ? ഓറഞ്ച് കഴിച്ചിട്ടില്ലേ? ഞാൻ കഴിച്ചിട്ടുണ്ട്. രണ്ടുപേരും കഴിച്ചിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് കഴിച്ചു, അത് കഴിഞ്ഞിട്ട് മിറാക്കിൾ ഫ്രൂട്ട് വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ബുഷ് ഓറഞ്ച് തിന്നിട്ടും അല്ല മിറാക്കിൾ ഫ്രൂട്ട് തിന്നിട്ടല്ലേ ബുഷ് ഓറഞ്ച് തിന്നുന്നത്. എത്രത്തോളം പുളിയുണ്ടെന്ന് പുളി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ സത്യാവസ്ഥ അറിയാം. പുളി കേട്ടോ. ഓ എൻ്റെ അമ്മോ എത്രത്തോളം പുളി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തോന്നിയ വരുന്നു. നല്ല പുളി ഇന്ന് നോക്കിയേ, നല്ല പുളിയുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ട് തിന്നിട്ട് ആ ഓറഞ്ച് തിന്ന് നോക്കാം. അപ്പം അറിയാം ഈ വീഡിയോയിൽ പറയുന്ന പോലെ ഇതൊക്കെ ഗുണങ്ങളുമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട് തിന്നുന്നത്. നമ്മൾ ഈ ഫോണിൽ കണ്ടെടുത്തേ ഉള്ളൂ. ഇത് തിന്നിട്ട് നാരങ്ങ വരെ തിന്നുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഒരെണ്ണം കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അറിയാം. ഇതിന് വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നില്ല. അങ്ങോട്ട് തിന്നാം. കുരു കഴിക്കാവോ? കുരു ആ ഞാൻ ഫസ്റ്റ് ടൈം തിന്നുന്നതാ. കുരും കൂടി ചവച്ചപ്പോ ഒരു സത്ത് ഇറങ്ങിപ്പോയ പോലെ ആയി. പിന്നെ ഇനി ഓറഞ്ച് കഴിച്ചാൽ അറിയത്തില്ല. അറിയത്തില്ല. ആ എന്നിട്ടേ നോക്കാം. അല്ലേ കഴിച്ച് 1 മണിക്കൂറെങ്കിലും നോക്കണമല്ലേ? ഇനി കഴിക്കാം. അപ്പോൾ നമുക്ക് അടിച്ചു നോക്കാം. പുളിയില്ല, പുളി ഒട്ടുമില്ല. ഈ ഓറഞ്ച് നേരത്തെ തിന്നപ്പോൾ ഒരുമാതിരി ആയിപ്പോയതാ. അങ്ങ് നോക്കിയോ? ഒരു തുള്ളി അറിയുന്നില്ല. എനിക്ക് വരുന്നില്ല. എനിക്ക് ആ ഇതില്ലേ അതിന്റെ പേരെന്തോ ആ നേരത്തെ തന്നില്ലേ, അമ്പഴങ്ങ. അതിനും പുളിപ്പുണ്ട്. അത് കഴിച്ചപ്പോഴേ മതിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതും കൂടെ കഴിച്ചപ്പോൾ ഓക്കെ. അല്ല കിട്ടിയില്ല അങ്ങനെ. ഇപ്പോൾ മിറാക്കിൾ ഫുഡിൻ്റെ ഒരു പവർ അതാണല്ലേ. അതിൻ്റെ കുരുവൊക്കെ ചവച്ചരച്ച ഒരു കയ്പ്പ് ഫീൽ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് തിന്നപ്പോൾ ഓക്കെ ആയില്ല. ഈ കണ്ടയൊക്കെയാണ് ഈ ഫാമിലുള്ള ഐറ്റങ്ങളൊക്കെ. അപ്പോൾ ഈ ഫാമിലെ ഈ ചേട്ടൻ്റെയാണ് ഈ ഫാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയായിട്ടാണ്? തൃശ്ശൂർ ജില്ലയിൽ നടത്തറ എന്ന് പറയും. മണ്ണുത്തിക്ക് അടുത്തായിട്ട് വരും. നടത്തറയിൽ വന്നു കഴിഞ്ഞാൽ മൈനാർ റോഡ്. മൈനാർ റൂട്ടിൽ ആ ഇറങ്ങുമ്പോൾ 5ാമത്തെ ലെഫ്റ്റ് ഈവലൈൻ എക്സോട്ടിക് ഫുഡ് ഫാം. അപ്പോൾ ഈ ലൊക്കേഷനിൽ എല്ലാവർക്കും വന്ന് കാണുകയും ചെയ്യാം, വന്ന് മേടിക്കുകയും ചെയ്യാം. ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, ഫാം കാണാൻ പറ്റും. നമ്മൾ നമ്പർ അടിക്കി കൊടുക്കുക. അതിൽ വന്ന് ഫാമിൽ കാണുകയും ചെയ്യാം. അത് മെയിനായിട്ട് സീസൺ അല്ലായിരിക്കും, ഏത് സമയത്ത് വേണമെങ്കിലും വരാം. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ഉള്ള ഐറ്റങ്ങൾ കാണാം. മെയിനായിട്ട് സീസണാണ്. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സീസൺ ഉള്ള ഫ്രൂട്ട്സുകൾ ഏതാണെന്ന് വെച്ചാൽ ആ സമയത്തുള്ളത് കഴിക്കാനും തരും.